Hi, Makale. Welcome back to Xylem Learning. Here is your man behind your success. It's me, Ashik sir. Just blasted. So, എല്ലാ മക്കളും സെറ്റ് ആയിട്ട് ക്രിസ്മസ് എക്സാം ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ടാവും അല്ലെ. സോ ക്രിസ്മസ് എക്സാമിന് ശേഷം നമുക്ക് എന്താണ് 5ാം ക്ലാസ് അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മൾ സൈലത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതായിരുന്നു മക്കളെ? ടുവേർഡ്സ് ഈക്വാലിറ്റി അല്ലെ, തുല്യതയിലേക്ക് എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. സോ ഈ ഒരു ചാപ്റ്ററിൽ എന്റെ മക്കൾ അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് സാറേ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് എന്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റും. ബേസിക്കലി എന്താണ് ഇൻകം ബേസ് ചെയ്തു അല്ലെ, വരുമാനത്തെ ബേസ് ചെയ്തുകൊണ്ട്, വരുമാനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ സൊസൈറ്റിയെ, നമ്മുടെ ഫാമിലീസിനെ നമുക്ക് എങ്ങനെ തരം തിരിക്കാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം എന്താണ് വളരെ ഉയർന്ന വരുമാനമുള്ള ഹൈ ഇൻകം ഉള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിൻ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, എന്താണ് ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, ഉയർന്ന വരുമാനമുള്ള റിച്ച് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കില്ലേ, ഇവരെ നമ്മൾ എന്ത് പറയും? റിച്ച് എന്ന് പറയും. റിച്ച് അഥവാ സമ്പന്നർ എന്ന് പറയും. എന്ന് വെച്ചാൽ ഹൈ ഇൻകം ഉള്ള ടീംസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ടീംസ് എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര പണമുള്ള ആളുകളുണ്ടായിരിക്കും, പണം കുറവുള്ള ആളുകളുണ്ടായിരിക്കും. അവരെ നമ്മൾ എന്താ പറയും? പുവർ എന്ന് പറയും അല്ലെ. അവരാരാണ്? ബേസിക്കലി ലോ ഇൻകം ഉള്ള ഫാമിലീസ് ആണ്. ഓക്കെ, ലോ ഇൻകം എന്ന് വെച്ചാൽ കുറഞ്ഞ വരുമാനമുള്ള ആളുകളുണ്ട്, അങ്ങനത്തെ കുടുംബങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ റിച്ച് എന്താണെന്നും പുവർ എന്താണെന്നും ക്ലിയർ ആയല്ലോ. സോ ഇതിന്റെ നടുവിലൊരു ടീംസ് ഉണ്ട്. ഇതിന്റെ നടുവിലൊരു ടീംസ് ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? മിഡിൽ ക്ലാസ് എന്ന് പറയാറുണ്ട് അല്ലെ. ഇവർ ബേസിക്കലി എന്താണ് ഒരു മോഡറേറ്റ് ഇൻകം ആർക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ന് വെച്ചാൽ വലിയ പണവും ഇല്ല, എന്നാൽ വളരെ ദാരിദ്ര്യ സിറ്റുവേഷനിലും അല്ല. ഇവരെയാണ് നമ്മൾ എന്ത് പറയാ? മിഡിൽ ക്ലാസ് എന്ന് പറയാം. ഓക്കെ, മിഡിലായിട്ടാണ് ഈ ടീംസ് ഉണ്ടായിരിക്കും. ഓക്കെ, മിഡിൽ ക്ലാസ് എന്നുള്ള ടീംസ് ഇവിടെ ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, മിതമായ വരുമാനമുള്ള കുടുംബങ്ങളെ നമ്മൾ എന്ത് പറയുന്നത്? മിഡിൽ ക്ലാസ് ഫാമിലീസ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് വരുമാനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കുടുംബങ്ങളെ വേർതിരിക്കുന്നത് അല്ലെങ്കിൽ തരം തിരിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, സോ ഇനി സാർ പറയാൻ പോകുന്നതാണ്, നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ആക്കി തന്ന് 5ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അടിപൊളിയാക്കി പൊളിച്ചടക്കി തരാൻ പോകുന്ന ഒരു ബാച്ച് സൈലം ഇപ്പോൾ നിങ്ങൾക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ബേസിക്കലി പ്രിറ്റി ബാച്ച്. ഓക്കെ, നമുക്കറിയാം ന്യൂ ഇയർ ആണ് വരുന്നത്. സോ ന്യൂ ഇയർ ആയതുകൊണ്ട് എന്താണ് പ്രിറ്റി ബാച്ചിൽ നിങ്ങൾക്ക് 15% ഓഫറോടുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. യെസ്, വെറും 999 റുപ്പീസിന് മാത്രമാണ്. സോ ഈ ഒരു ബാച്ചിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് ഉണ്ടായിരിക്കും. എന്താണ് മുൻകാല ചോദ്യങ്ങൾ അല്ലെ, മുൻവർഷ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും, ആൻഡ് ഓഫ് കോഴ്സ് എന്താണ് നിങ്ങൾക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യും അല്ലെ. ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടായും? യൂണിറ്റ് എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. സോ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? കിടിലാക്കി സെറ്റ് ആക്കാം. ദെൻ ഒരു കാര്യം കൂടി സാർ നിങ്ങളോട് പറയാനുണ്ട്. ദാറ്റ് ഈസ് ഒരു വെബിനാറിനെ കുറിച്ചാണ്. ഇത് ബേസിക്കലി ഡിസംബർ 29 6 മണിക്കാണ് നടക്കാൻ പോകുന്നത്. സാർ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്കാൻ ചെയ്യാൻ നിങ്ങൾക്ക് QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിൽ ബേസിക്കലി എങ്ങനെയാണ് നിങ്ങൾ ഒരു ടോപ്പർ ആവണമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത്, റിവിഷൻ ചെയ്യേണ്ടതുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഷൻ വെബിനാറിൽ നിങ്ങൾക്ക് മിസ്സുമാർ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള മിസ്സുമാരൊക്കെ ഉണ്ടായിരിക്കും. സോ ഇവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എങ്ങനെയാണ് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് അല്ലെ. 5ാം ക്ലാസ് എങ്ങനെ ടോപ്പർ ആവും, പിന്നെ 6ാം ക്ലാസ് 7 ഒക്കെ പിന്നെ എങ്ങനെ സെറ്റായി പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു വെബിനാറിലായിരിക്കും. സോ ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ലിമിറ്റഡ് സീറ്റ്സ് ആണ് അല്ലെ. ലിമിറ്റഡ് സീറ്റ്സ് ആണ്. ഇത് ബേസിക്കലി എന്താണ് വെബിനാർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ ഉണ്ടായിരിക്കും. സോ എന്റെ മക്കൾ എന്ത് ചെയ്യുക? മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതിന് എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. That's it. Your session is over, but the roar of learning never ends. This is your man Ashik sir, just signing off. Thank you.